ഏത് കാലത്തും ഒറ്റുകാര് നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ? ചില തലപ്പാവുധാരികൾ, അവരെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ആദ്യം നിങ്ങൾ ആ ഒറ്റുകാരന്റെ വാക്കുകളൊന്ന് കേൾക്കൂ. നമുക്കൊറ്റക്കെട്ടായി കൈകോർത്തു പിടിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ ഈ ബഹുസ്വരതയെ, രാജ്യത്തിന്റെ നാനാത്വത്തിലേകത്വമെന്ന മഹത്തായ പൈതൃകത്തെ തച്ചു തകർത്തു തരിപ്പണമാക്കാൻ കടന്നു വരുന്ന ഏതൊക്കെ രൂപത്തിലുള്ള രാക്ഷസന്മാരുണ്ടോ അവരെയൊക്കെ ജാതി, മത, രാഷ്ട്രീയ, കക്ഷി ഭേദമന്യേ എല്ലാവരും ഒരേ മനസ്സോടുകൂടി കൈകോർത്ത് പിടിച്ച് നമ്മുടെ മോദിജിക്ക് കരുത്തു പകർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ശക്തമായി നിലനിർത്താൻ, ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ ഈ സാവിയത്തു സൂഫിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട വന്യരായ ഗുരുവര്യരുടെ നേതൃത്വത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന സന്തോഷ വാർത്ത കൂടി രാജ്യത്തിന്റെ മോദിജിയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അതിഥികളെ ഇത്തരണത്തിൽ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നമ്മുടെ ഭാരതാംബയുടെ പ്രിയമുള്ളവരെ, എന്താപ്പം ഇതിനൊക്കെ നമ്മൾ പറയുക? ആരപ്പത് പറഞ്ഞു അറിയോ? വലിയൊരു തലയെക്കെട്ടും കെട്ടിയിട്ട് നെറ്റത്ത് വലിയൊരു നിസ്കാരത്താമ്പം വെച്ചിട്ട് ഈ സമുദായത്തിന്റെ നേതാക്കളാണ്, സമുദായത്തിന്റെ വലിയ കുളിയാണ്ടർമാരാണെന്നൊക്കെ പറഞ്ഞു നടക്കണ ഈ തലപ്പാവുധാരികളുടെ ചില ആളുകളുടെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി. മോദിക്ക് സ്തുതിപാഠകരായിട്ട് വരുന്ന സമുദായത്തിലെ ഇതുപോലുള്ള ഒറ്റുകാരെ നമ്മൾ എന്ത് പേരിട്ടിട്ടാണ് വിളിക്കേണ്ടത്? ഒരു പിടുത്തം കിട്ടണില്ല ഇവരെ വാർത്ത. അതായത് രാജ്യത്തിന്റെ എല്ലാ മതേതരത്വം സൗഹാർദ്ദമൊക്കെ മോദിയുടെ കയ്യിലും മോദിയുടെ ഭരണത്തിലുമാണെന്ന് പറയുമ്പോൾ ഇവർ ഈ ഇന്ത്യയിലൊന്നല്ല ജീവിക്കണേ എന്നുള്ളതാണ്. ഇങ്ങനെ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതേതോ ഒരു സൂഫിന്നോ അങ്ങനെ എന്തോന്നൊക്കെയാ പറഞ്ഞ് നമ്മളിത് കൂടുതലായിട്ട് വിശകലനം ചെയ്യാനാണ് ഒരുമ്പെട്ട് കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ അത് മറ്റൊരു തലത്തിലേക്ക് നമ്മൾ ചർച്ച വഴിതിരിച്ച് വിടേണ്ടി വരും. കാരണം ഈ ഒറ്റുകാർ ഏത് കാലത്തും നമുക്കിടയിലുണ്ട്. അതുള്ള കുട്ടിമാര് ഏത് കാലത്തും നമ്മളുടെ ഇടയിലുള്ളതാണ്. അപ്പൊ ഇതിനെതിരെ രംഗത്ത് വരേണ്ടത് കൃത്യമായിട്ട് ഇതേ മേഖലയിലുള്ള മതപണ്ഡിതന്മാർ തന്നെയാണ്. ഇസ്ലാമിക വസ്ത്രധാരണത്തിൽ വന്നിട്ട് മുസ്ലിങ്ങളെ ഇതുപോലെ പറയിപ്പിക്കുന്ന ആളുകളെ, മുസ്ലിങ്ങളുടെ അന്തസ്സത്തിനെ, അതായത് അന്തസ്സിനെ കരിവാരിത്തേക്കുന്ന രൂപത്തിലുള്ള സമുദായത്തിനെ ഇതുപോലെ വികൃതമായി ചിത്രീകരിക്കുന്ന ആളുകൾക്കെതിരെ പണ്ഡിത നേതൃത്വങ്ങൾ തന്നെയാണ് രംഗപ്രവേശനം നടത്തേണ്ടതും അവർക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ കാര്യകാരണ സഹിതം വിശദീകരിക്കേണ്ടതും നമ്മുടെ പണ്ഡിത നേതൃത്വങ്ങളാണ്. അവരുടെ ശ്രദ്ധയിലേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത്. കേവലം ഒരു രാഷ്ട്രീയ ചർച്ച, അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ ചളിവാരിയറിച്ചിൽ എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള തലപ്പാവുധാരികളെ പണ്ഡിത സമൂഹം, അത് മുജാഹിദാവട്ടെ, സുന്നിയാകട്ടെ, ജമാഅത്ത് ഇസ്ലാമി ആകട്ടെ, തബ്ലീഗ് ജമാഅത്ത് ആകട്ടെ, മറ്റ് ഈ പറഞ്ഞതുപോലെയുള്ള സൂഫി വര്യരാകട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ 28ഓളം വരുന്ന ത്വരീഖത്തുകളാകട്ടെ, ഏതുമാകട്ടെ, ഈ മേഖലയിലുള്ള നമ്മുടെ മുസ്ലിം സമൂഹത്തിലുള്ള പണ്ഡിത സമൂഹം ഉണരണം. ഇത്തരത്തിലുള്ള ചേക്കുട്ടിമാർക്കെതിരെ കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുക്കണം. അവരെ നിലക്ക് നിർത്താൻ നമ്മുടെ പണ്ഡിത നേതൃത്വം തയ്യാറാകണം. കാരണം BJP എന്താണെന്നും RSS എന്താണെന്നും അവർ ഈ സമുദായത്തിന് ഏത് രൂപത്തിലാണ് നിർത്തിയിട്ടുള്ളത് എന്നുള്ളതും നമ്മളെ പൗരത്വത്തെ വരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തിനെ ഇത്രമാത്രം പുകഴ്ത്തി പറയുന്ന ഇതുപോലെയുള്ള നരാധവന്മാരെ കൃത്യമായി ചോദ്യം ചെയ്യാനും പണ്ഡിത സമൂഹം തയ്യാറാകണമെന്നുമാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.